ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആദ്യമായി തന്നെ തമിഴ്നാട്ടിലെ കരിവൂറിൽ വിജയുടെ പാർട്ടി തമിഴക വെട്രിക്കഴകം അതിൻ്റെ റാലിയിൽ സംഭവിച്ച ദാരുണാന്ത്യം, അവരുടെ എല്ലാ മരിച്ചവരുടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നു, സങ്കടം പറയുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റേതായ എനിക്ക് കുറച്ച് ഒപ്പീനിയൻസ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിയോജിപ്പുണ്ടാവാം, എതിർപ്പുണ്ടാവും, അത് നിങ്ങൾക്ക് പറയാം. നമുക്കതെല്ലാം വളരെ മാന്യമായിട്ട് മൗനമായിട്ട് പരിഹരിക്കാവുന്നതാണ്. ഒന്ന്, ഇതുപോലുള്ള ട്രാജിക് ഇൻസിഡൻസ്, ട്രാജഡീസ് ഇന്ത്യയിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആരെയും പൊക്കി പറയാനോ ആരോടും സപ്പോർട്ട് നിൽക്കാനോ ആരോ കുറ്റം പറയാനോ വന്നതല്ല. ഇതുപോലുള്ള ട്രാജഡീസ്, ഇൻസിഡൻസ്, ആക്സിഡൻസ് നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ല. ഇത്രയും വലിയൊരു മാസ് ഗ്യാതറിങ്സ് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഇനിയും ഇതുപോലുള്ള മാസ് ഗ്യാതറിങ്സ് ഇന്ത്യയിൽ ഉണ്ടാവും. പക്ഷേ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ്. അതിനെന്താണ് വേണ്ടത്? ഒരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഹൈലി സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അർജന്റ് നീഡായിട്ട് സ്ട്രിക്റ്റർ ആയിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് ഉണ്ടാവണം. അതൊന്നും നടന്നിട്ടില്ലെങ്കിൽ സംഭവം പൊളിയും. അതിപ്പോ ഏതൊരാൾ മാസ് ഗ്യാതറിങ്സ് നടത്തിയാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ നിങ്ങൾക്ക് വളരെ റീസെന്റ് ആയിട്ട് IPL ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവരുടെ റാലിയും കാര്യങ്ങളൊക്കെ ആ സംഭവമായിട്ട് നടന്നപ്പോൾ 11ഓളം പേര് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ മാസങ്ങളിൽ ഗോവയിൽ ഒരു ദേവി ടെമ്പിളിൽ ഫെസ്റ്റിവൽ എന്തോ നടക്കുമ്പോൾ 6ഓളം ഭക്തന്മാർ മരിക്കുകയും പിന്നെ 100ഓളം പേർക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടെന്നും പറയുന്നു. അവിടെ ഒരു മാസ് ഗ്യാതറിങ്സ് ഉണ്ടായി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായത്. പിന്നെ അതിന് മുമ്പത്തെ മാസങ്ങളിൽ ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂഡൽഹിയുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് 18ഓളം പേര് മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. പിന്നെ അവിടുത്തെ പരിപാടികൾക്ക് പോയി 60ഓളം പേരും അങ്ങനെയും മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നവർക്കറിയാം, ഈ പുഷ്പ സിനിമയുടെ സ്ക്രീനിങ്ങിന് എന്തോ ആയിട്ട് അത്രയും തിരക്കെന്തോ വന്നപ്പോൾ 1-2 പേര് മരിച്ചതായിട്ട്, അത് സ്ത്രീ ആണെന്ന് തോന്നുന്നു, മരിച്ചതായിട്ട് അപ്പോഴും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, മാസ് ഗ്യാതറിങ്സ് ഉണ്ടാകുമ്പോൾ, വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഇൻസിഡൻസ് ഇന്ത്യയിൽ നടക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രാവശ്യം, ഒരുപാട് പേരുടെ ജീവനുകൾ വെറുതെ പോയ ഒരുപാട് മാസ് ഗ്യാതറിങ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴും നടക്കുകയാണ്. അതിൽ വിഷമമുണ്ട് സത്യം പറഞ്ഞ. ഇത്രയും ക്രൗഡ് ഉണ്ടാവുന്ന ഒരു സംഭവത്തിൽ എന്തിനാണ് ഇത്രയും ക്രൗഡ്? നിങ്ങൾക്ക് ആവശ്യമില്ലാതെ എന്തിനാണ് നിങ്ങൾ ഇത്രയും ക്രൗഡിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, എനിക്ക് 4 പേരോടുള്ള ചോദ്യം. ഒന്ന്, വിജയോടാണ്. വിജയോട് വരുമ്പോൾ നിങ്ങൾക്ക് വിജയോട് എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. ഞാൻ പറയുന്നു, അത് സിനിമ, ഇത് രാഷ്ട്രീയം. നിങ്ങൾ അതാണ് പറയുന്നത്, സിനിമ രാഷ്ട്രീയം. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. അപ്പോൾ വിജയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ സർക്കാരിനോട് ഇത്രയും ഒരു ഫോഴ്സ് നമുക്ക് വേണം, സെക്യൂരിറ്റി ഗാർഡ്സ് വേണം എന്ന് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത് തരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത്രയും മാസ് ഗ്യാതറിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വിജയ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഉള്ള ആൾക്കാരും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ AC വണ്ടിയിലല്ല വരുന്നത്. എപ്പോഴേ അവർ മണിക്കൂറോളം അവിടെ പോയി നിൽക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രോഗ്രാം പ്ലാൻ ചെയ്യുക എന്നല്ലാതെ ഇത്രയും മാസ് ഗ്യാതറിങ്സ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? ആരെ കാണിക്കാനായിട്ട്? ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത്, സിനിമ വേറെ, സിനിമയിലുള്ള ഇഷ്ടം വേറെ, രാഷ്ട്രീയത്തിലുള്ള ഇഷ്ടം വേറെ. രാഷ്ട്രീയം കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് സർക്കാർ അത്രയും ഫോഴ്സ് തരുന്നില്ലെങ്കിൽ പിന്നെ അത്രയും ഗ്യാതറിങ്സ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ അതിനുള്ള നിങ്ങൾക്കിപ്പോൾ പറയാം, നിങ്ങൾക്ക് ഇത്ര പേര് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും ആൾ കൂടാൻ പാടില്ല. അതിനനുസരിച്ചുള്ള പരിപാടികൾ സെറ്റ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്രൗഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്രൗഡിൽ ഇത്രയും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള മാനേജ്മെന്റ് ചെയ്യണം. വേറെ വഴിയില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് റാലി ചെയ്തിട്ട് എന്താണ് കാര്യം? അതിനൊന്നും ഒരു കാര്യവുമില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ്
ഈ സ്ത്രീകളും കുട്ടികളും കൊച്ചു കുട്ടികളെല്ലാം കൊണ്ട് ഇത്രയും വലിയ ഗ്യാതറിങ്സിൽ വരുമ്പോൾ അപകടം ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലേ? സ്വാഭാവികമായിട്ട് അവിടെ തിക്ക് തിരക്കുകൾ ഉണ്ടാവും, ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഈ കൊച്ചു കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാണ് വരുന്നത്? നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, വിജയ് എന്ന് പറയുന്നത് ഒരു സിനിമാ നടൻ മാത്രമാണ്. ദൈവത്തെ പോലെ ഒന്നും കാണരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആരെയും നിങ്ങൾ ദൈവത്തെ പോലെ കാണരുത്. അതൊരു മനുഷ്യനാണ്. നിങ്ങളിപ്പോൾ പോയി ഉടനെ അടുത്ത് പോയി ഇങ്ങനെ പോയി കാണാനാ പോകുന്നത്? അല്ലല്ലോ. ഏതോ ഒരു അറ്റത്ത് നിങ്ങളിതാ ചെറിയ ആ ഒരു സ്പൂൺ ടൈപ്പിൽ ആ ഒരു മൺതരി പോലെ നിങ്ങൾ അദ്ദേഹത്തിന് മുഖം കാണുന്നു. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മണിക്കൂറുകളോളം ജോലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വന്ന് വെയിലും കൊണ്ടിരിക്കുകയാണ്, വെള്ളവും കുടിക്കാതെ ഫുഡും കഴിക്കാതെ. എന്തിൻ്റെ ആവശ്യമാണ്? നിങ്ങൾക്ക് വിജയോട് ഭയങ്കര താല്പര്യമാണ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ വോട്ടിലൂടെ കാണിക്കുക, വോട്ടിലൂടെ തീർക്കത്. എന്തിനാണ് നിങ്ങൾ ഇത്രയും വെയിലും കൊണ്ട് നിങ്ങളുടെ ജോലിയും കളഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിനെയും ബുദ്ധിമുട്ടിച്ച് ആ ഒരു കൂട്ടത്തിൽ അത് വീഡിയോയിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. ഇത്രയും കൂട്ടം വരുന്ന ഇവരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നു? എങ്ങനെയെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു പോകണം. കാരണം തിരക്കാണ്. ഒരാൾ തറയിൽ വീണ ആര് കാണത്ത് പോലുമില്ല, അമ്മാതിരി തിരക്കാണ്. സെക്യൂരിറ്റി ഫോഴ്സസിനൊക്കെ എത്ര പറഞ്ഞാണ് എല്ലാവരും കിട്ടാൻ നിൽക്കാൻ പറ്റില്ല. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് സർക്കാരോടാണ്. നിങ്ങൾക്ക് ഒരു പരിപാടിക്ക് ഇതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ഫോഴ്സ് വേണമെന്ന് പറയുവാണെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാവണം. അല്ലാത്ത പക്ഷേ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം. അവരിപ്പം ഞാൻ ഒരു പോസിബിലിറ്റി പറയാം. ഇപ്പൊ വിജയുടെ സൈഡിൽ നിന്ന് സമ്മതിക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ പരിപാടി നടത്തിയേ പറ്റൂ, നിങ്ങളെ അങ്ങനെ പോലീസ് തന്നേ പറ്റൂ. അപ്പൊ നിങ്ങൾ സർക്കാർ എന്താണ് ആലോചിക്കേണ്ടത്? ജനങ്ങളുടെ സുരക്ഷ ആലോചിക്കണം. വിജയ് എന്നൊരു പുതിയ പൊളിറ്റീഷ്യൻ തൻ്റെ സ്റ്റാർഡം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു നിലനിൽപ്പിനായിട്ട് പെട്ടെന്നൊരു രൂപീകരിച്ച ഒരു പാർട്ടി എന്നുള്ള ഒരു രീതിക്ക് നിങ്ങളപ്പോൾ എന്താണ് ആലോചിക്കണം? നമുക്ക് ജനങ്ങളുടെ സുരക്ഷയാണ് വലുത്, അപ്പോൾ ആൾക്കാർ കൊടുക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ബാധിക്കും എന്ന് പറഞ്ഞ് നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവണം. ഫോഴ്സ് കൊടുക്കണം, ഫോഴ്സിനെ അവിടെ എത്തിക്കണം. അത്രയും ഫോഴ്സ് ഇല്ലെങ്കിൽ വേറെ ഫോഴ്സ് സഹായം തേടണം എന്നുള്ളതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. സർക്കാർ എന്താണ് ചെയ്യണത്? സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നടത്തണ്ടെന്ന് പറയുന്നു. നടത്തണ്ടെന്ന് പറയുന്നു എന്നുള്ള ഓക്കെയാണ്, ഇത്രയും ഗ്യാതറിംഗ് ക്രൗഡൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷെ നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ സർക്കാർ? അതെന്താണ് സംഭവിക്കാത്തത്? ഇതിൽ നാലാമത് പറയാനുള്ളത്, സിനിമയും രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. സിനിമയുടെ ഒരു വിദ്വേഷം വെച്ച് രാഷ്ട്രീയത്തിൽ ഒരു ചാൻസ് മുതലെടുപ്പാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്, അതിൻ്റെ ആവശ്യമില്ല. സിനിമ വിട്ടേക്ക്. നിങ്ങൾ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം, രാഷ്ട്രീയത്തിലേക്ക് വാ. രാഷ്ട്രീയത്തിലേക്കുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് മാത്രം അടിച്ചമർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. സിനിമയെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു വിജയ് വെള്ളം എറിഞ്ഞ ആൾക്കാർ കൊടുക്കുന്നതെന്ന്. അതെനിക്ക് പേഴ്സണലി അത് ഓക്കെ ആയിട്ട് തോന്നിയില്ല. കാരണം ഇത്രയും ജനക്കൂട്ടത്തിൽ എല്ലാവരും ദാഹിച്ചിരിക്കും ഇങ്ങനെ വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന അവരെന്താണ്, പട്ടികളാണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും വിജയ് വേറെ എന്താണ് ചെയ്യേണ്ടതെന്ന്. വേറെ മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളെ പരിപാടി നടത്തുന്ന ഓർഗനൈസിങ് ടീം കണ്ടെത്തണം. ഇത്രയും ക്രൗഡ് മാനേജ്മെന്റ്, 1-2 പരിപാടികൾ സക്സസ് ആയെന്ന് പറഞ്ഞ് മുമ്പേ ഇതുപോലെ ഇത്രയും തിരക്ക് വരുമ്പോൾ കാണുന്നവർക്ക് വരെ പേടിയാണ്. എന്തെങ്കിലും അവർക്ക് പറ്റുമോ, അപകടങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ദയവേദി ഇനിയെങ്കിലും ക്രൗഡ് മാനേജ്മെന്റ് വിജയും പാർട്ടിയും പഠിക്കണം. അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ. ഒരുപാട് തിരക്കുകൾ വരുന്നു എന്നറിയാം, പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റൂ, വേറെ വാക്കില്ല. മറ്റുള്ളവരുടെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ പോയിട്ട് നമ്മൾ ഒരു പരിപാടി നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും നാൾ പരിപാടി നടത്തിയത് ആ ക്രെഡിറ്റ് ഒറ്റ പരിപാടി കൊണ്ട് പോയില്ലേ? ഇതുപോലെ എനിക്ക് പിന്നെയും തോന്നിയ കാര്യം, വിജയ് എന്തുകൊണ്ട് ആശുപത്രിയിലേക്ക് വന്നില്ല എന്ന്. എന്ത് മണ്ടത്തര ചോദ്യമാണത്. ഇത്രയും ഒരു കാര്യം നടന്നപ്പോൾ ആ വാഹനത്തിന്റെ മേലിൽ നിൽക്കുമ്പോൾ തന്നെ വിജയിക്കും ഇറങ്ങി നിൽക്കാനോ പിടിക്കാനോ സമയം കിട്ടുന്നില്ല. സമയം മീൻസ് പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ വിജയ് ആശുപത്രിയിലേക്ക് പോയാലുള്ള അവസ്ഥ നിങ്ങൾ നോക്കി നോക്ക്. അവിടെ എങ്ങനെയാണ് ക്രൗഡ് നിങ്ങൾ മാനേജ് ചെയ്യും? ഞാൻ പല ഫോട്ടോസും വീഡിയോസിലൊക്കെ കണ്ട് വിജയ് വന്നില്ല, വിജയ് എസ്കേപ്പ് ആയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിജയ് എങ്ങനെ അവിടെ വരും?
വിജയ് വന്ന് അവിടെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും ആശുപത്രി സിറ്റുവേഷനൊക്കെ? പറ്റത്തില്ല. ഇനിയുള്ളത് എന്തേലും നല്ലൊരു തീരുമാനങ്ങൾ വിജയും പാർട്ടി എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റാലിൻ സാറും അവരുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ പോയിട്ടുണ്ട്. പിന്നെ ധനസഹായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും സന്തോഷമുണ്ട്. പക്ഷെ എന്നിരുന്നാലും വിജയുടെ സൈഡിൽ നിന്നും തീർച്ചയായിട്ടും സഹായങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇത് ആരെയും പൊക്കി പറയാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ ഉള്ള വീഡിയോ അല്ല. വീഴ്ചകൾ എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ട്. നിങ്ങൾ മനുഷ്യത്വത്തിന്റെ രീതിയിൽ ആലോചിച്ചാൽ മതി. വീഴ്ചകൾ എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ഇപ്പൊ ആദ്യ സംഭവമാണ് ഇങ്ങനെ അറിയാതെ, അങ്ങനെയല്ല. അപ്പൊ ആളുകൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഒരു ഗ്യാതറിങ്സിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. വിജയും പാർട്ടിയും മനസ്സിലാക്കണം ഇത്രയും ഗ്യാതറിങ്സ് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് അത് സർക്കാർ തീരുമാനിക്കണം. ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ ഇത്രയും ഫോഴ്സ്ഫുൾ എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റുമോ എന്ന് സർക്കാർ തീരുമാനിക്കണം. പിന്നെ സിനിമയും രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ ഇരിക്കണം. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പൊ തന്നെ നാഷണൽ വൈഡിൽ ഈ വാർത്ത ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയും ഇൻസിഡന്റ് ഉണ്ടായി നാട് സ്തംഭിച്ചിരിക്കുകയാണെന്നൊക്കെ. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ വിജയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കടുപ്പായിരിക്കും. വിജയ്ക്ക് എതിര് വിമർശനങ്ങളും രൂക്ഷ വിമർശനങ്ങളും ഒരുപാട് വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. കണ്ടറിയാം ഇനി എന്താണ് നടക്കാൻ പോണതെന്ന്. ഇതുവരെ സ്റ്റിൽ ഇങ്ങനെ പോയി. പക്ഷെ ഇത്രയും മരണങ്ങളൊക്കെ സത്യം സഹിക്കാൻ പറ്റുന്നില്ല. അതും സ്ത്രീകളും കുട്ടികളും. എന്തിനീ കുട്ടികളെയൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ ഇതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കും എന്നെ പോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശവും ഇന്ത്യയിലുണ്ട്.